ബാക്കി 740 കോടി രൂപ പോയാൽ ബാക്കി പണം എവിടെ? ഇതാണ് നല്ല ബെസ്റ്റ് ടൈം. ഇപ്പൊ നടന്നില്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ വിചാരിച്ചതുപോലെ പിന്നീട് നടക്കത്തില്ല. പാർപ്പിടത്തിന് വേണ്ടി ധനകാര്യ കമ്മീഷൻ എത്ര കോടി രൂപയാണ് നിങ്ങൾക്ക് തന്നത്? ഒരു പാലമിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന സാമാന്യ തത്വം അനുസരിച്ച് കുറച്ച് താഴോട്ട് വരുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ലട്ടാ. അതിന്റെ പണം കൂടെ വാങ്ങിച്ചിട്ടല്ലേ നിങ്ങൾ പേര് മാറ്റി ലൈഫ് എന്നുള്ള പേരിൽ ഇവിടെ ഭൂമി വാങ്ങിക്കുകയാണ് ചെയ്തത്. അല്ലാതെ സാറങ്ങനെ ചൂടായിട്ട് കൊണ്ട കാര്യമില്ല. എന്ത് കാര്യത്തിന് ഒരു കോംപ്രമൈസ് ഉള്ള കേട്ടാ. എത്ര കോടി രൂപ വേണം? 80 കോടി വേണം. സംസാരിച്ചോടെ കുറയട്ടോ മോനെ ഒന്ന് ശരിയാക്കി തടാ. തുടങ്ങി ഉടനെ ഓവർ ആക്കിയപ്പോ തന്നെ ഞാൻ കരുതിയത് കയ്യിന്ന് പോയിന്ന്. ആശുപത്രി നിർമ്മിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു. 25 കോടി രൂപ അവിടെയും പോട്ടെ. എത്ര വരെ താഴാ? 10,000. ആ പരിപ്പ് അവിടെ വേവില്ല. നിങ്ങളൊരു വിദ്യാഭ്യാസ സ്ഥാപനം നിർമ്മിക്കുമെന്ന് പറഞ്ഞു പോട്ടെ. 25 കോടി രൂപ അവിടെയും പോട്ടെ. പക്ഷെ ഈ റെഡിമെയ്ഡ് വാചകങ്ങളൊന്നും മാറ്റണട്ടോ. പേരും പ്രശസ്തി നിന്ന വിശപ്പ് മാറൂ. അവാർഡ് കടയിൽ കൊടുത്ത അരി കിട്ടൂ. കേട്ട് കേട്ട് ബോറടിച്ചു. പിന്നെ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി 25 കോടി രൂപ 140 കോടി രൂപയാണ് നിങ്ങൾ ചെലവഴിച്ചത്. നിങ്ങളാണോ ഞങ്ങൾ മാതൃകയാക്കേണ്ടത്? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ബാക്കി 740 കോടി രൂപ പോയാൽ ബാക്കി പണം എവിടെ? അനുഭവങ്ങളാണ് മോനെ ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ പറയിക്കുന്നത്. 600 കോടി രൂപ മുക്കിയവരാണ് നിങ്ങൾ. 600 കോടി രൂപ. ബാക്കി പറയണ്ട, ഞാൻ ഊഹിച്ചെടുത്ത് പൂജിപ്പിച്ചോ. സ്വർണം കട്ടത് ആരപ്പ? ആരാണ്? എന്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ സഖാക്കളാണ് അയ്യപ്പ. അച്ഛൻ ഇന്ന് വേണം ആക്കാനെ.